സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു സീസൺ 6 അവസാന ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എന്തായാലും ഈ ഒരു സീസൺ 6 തുടങ്ങിയത് മുതൽ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നവരൊക്കെ പിറകിൽ നിന്നവരൊക്കെ മുന്നിലേക്കും വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാക്കുതർക്കത്തോടു കൂടി നമ്മുടെ സിജോയും ജാസ്മിനും ചേർന്ന് നൈസായിട്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന് കുറച്ചുകൂടി റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈവ് കണ്ടവർ ആ ഒരു ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടവരും അത് ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഇനി എപ്പിസോഡിലേക്ക് കാണാൻ പോകുന്നവരൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നി? അതൊരു എന്താ പറയുക ന്യായമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. അതുപോലെ തന്നെ അഭിഷേകിൻ്റെ സൈഡിൽ എന്തൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഭിഷേക് പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിഷേകിനെതിരെ ഇവർ 3 പേരും അപ്സര, ജാസ്മിൻ അതുപോലെ തന്നെ സിജോ നടത്തിയ ഒരു പ്രസ്താവനകളും അതുപോലെ തന്നെ 3 പേരും ചേർന്നുള്ള ഒരു ആക്രമണം എല്ലാം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. എന്നെ സംബന്ധിച്ച് ആ ഒരു സംഭവം, അഭിഷേക് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കറിയാം ഒരു വൈൽഡ് കാർഡായിട്ട് വന്നു. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും അഭിഷേക് എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഇടപെടുന്നില്ല. അത്യാവശ്യം ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജയിൽ നോമിനേഷനിലേക്ക് അഭിഷേകിനെ വിട്ടത് തന്നെ ഏറ്റവും മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു സംഭവത്തിൽ നമുക്ക് സിജോ ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും അപ്സരയാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. അഭിഷേകിനെ സംബന്ധിച്ച് ഇവരോടൊന്നും സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. ഈ സിജോയും ജാസ്മിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കണ്ടന്റുകളൊന്നുമില്ല രണ്ടുപേർക്കും. സിജോ ആണെന്നുണ്ടെങ്കിലും അറിയാം ഒരു ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. എന്തെങ്കിലും വള്ളി കയറി പിടിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി എന്തെങ്കിലും പഴയ സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ വേണ്ടി സംസാരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഇവിടെ ഇരുന്ന് ഞാൻ കുറേ പ്ലാനുകൾ നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കൽ മാത്രമാണ് സിജോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ജാസ്മിനും. ഈ ഗബ്രി ജാസ്മിൻ കോംബോ അവിടെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളും കാര്യങ്ങളും നടത്തി എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടാൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഭിഷേകിന് നേരെ ഇവരെല്ലാവരും കൂടി പാഞ്ഞടുത്തു എന്ന് തന്നെ പറയാം. അപ്പം ഈ ഒരു സംസാരത്തിനിടയിൽ ഇവർ 3 പേരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് അഭിഷേകിനെ ആക്രമിക്കുന്നതാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു അഭിഷേക് അവിടെ തകർന്നു എന്നാൽ അവരോടൊപ്പം തന്നെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അഭിഷേകിനെ സംബന്ധിച്ച് ഈ 3 പേരും ഇത്രയ്ക്ക് സംസാരിക്കാൻ അറിയാവുന്ന സിജോ, അപ്സര, ജാസ്മിൻ ഇവരൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കുന്നവരല്ല. അവരുടെ മുന്നിൽ പറ്റുന്നത് പോലെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അഭിഷേകിനെ നമുക്കറിയാം ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ വിട്ടുപോകും. എന്നാൽ ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം ഞാനും വിചാരിച്ച് കൺട്രോൾ വിട്ടുപോകും. എന്നാൽ ആ ഒരു കൺട്രോളിൽ നിന്നുകൊണ്ട് അത്യാവശ്യം കുറച്ച് ദേഷ്യങ്ങളും കാര്യങ്ങളും വന്നോളൂ. ഒരു പരിധിയിൽ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം തന്നെ സംസാരിച്ച് പിടിച്ച് നിന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിഷേകിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയുന്നത്. ഇവർ 3 പേരും ആക്രമിച്ചു. അപ്പോൾ ശ്രീധു അപ്പുറത്ത് നിൽക്കുകയാണ്. ഈ ഒരു ജയിൽ നോമിനേഷനിലേക്ക് ഒരേപോലെ വോട്ട് കിട്ടിയ 2 പേരാണ്. അപ്പോൾ ശ്രീധുവിനോട് ഇവരൊക്കെ വളരെ സോഫ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുകയും സംസാരിക്കുന്നുമില്ല, ഒന്നും ചോദിക്കാനുമില്ല. അതേ സമയത്ത് അഭിഷേകിൻ്റെ അടുത്ത് മാറ്റി സംസാരിക്കുന്നു. അപ്പം നമ്മൾ ഈ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. അപ്പം ഒരു കൂട്ടം ആൾക്കാർ ഒരു കണ്ടസ്റ്റൻറ്റിനെ ആക്രമിച്ചാലെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അവർക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യവും ഇവർ വിട്ടുപോകുന്നു. അപ്പം അതുതന്നെയാണ് ജിൻഡോയ്ക്ക് സംഭവിച്ചത്. ജിൻഡോയ്ക്ക് നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് കിട്ടാനുള്ള കാര്യം എല്ലാവരും കൂടി അനാവശ്യമായിട്ട് ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞത് തന്നെയാണ്. കാരണം അല്ലാതെ ജിൻഡോ ഒരു മികച്ച ഗെയിമർ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പം എന്നിരുന്നാൽ പോലും ഉള്ളതിലെ മെച്ചമായിരുന്നു. അതുപോലെ തന്നെയാണ് അഭിഷേക് മികച്ച ഗെയിമർ തന്നെയാണ്. എന്നാൽ അത്യാവശ്യ സമയങ്ങളിൽ മാത്രം സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ തൻ്റെ മാക്സിമം ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അഭിഷേക്. ഓരോ ദിവസം കഴിയുന്നതോറും അഭിഷേകിൻ്റെ ഫാൻ ബേസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് കൂടി വരികയാണ്. അഭിഷേക് എന്നുള്ള ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിനും കൊടുക്കുന്ന സപ്പോർട്ടാണ് പ്രേക്ഷകർ. അപ്പം ഈ പറഞ്ഞ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കത്തിൽ എനിക്ക് തോന്നുന്നത് അഭിഷേകിൻ്റെ ആ ഒരു റീച്ച് അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് സിജോയും ജാസ്മിനും ചേർന്ന് ഒന്ന് ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അവർ ശരിക്കും അഭിഷേകിനെ തേച്ചൊട്ടിച്ച് ജയിലിലേക്ക് അയക്കാനാണ് നോക്കിയതെങ്കിൽ ആ ജയിലിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഏകദേശം ഈ ഒരു ടോപ്പ് 5 സീസൺ 6 ടോപ്പ് 5 അഭിഷേക് കൺഫേം ചെയ്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു ശതമാനം പ്രേക്ഷക സപ്പോർട്ട് ഇതോടുകൂടി അഭിഷേകിന് കിട്ടുന്നുണ്ട്. അഭിഷേക് ഏത് രീതിയിലാണ് ആ ഒരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്തതെന്ന് കൈവിട്ട് പോകാതെ ജാസ്മിനുമായിട്ട് നേരിട്ട് തന്ന ഒരു വാക്കുതർക്കത്തിൽ പോലും കാര്യങ്ങൾ വ്യക്തമായി പറയുകയും അതുപോലെ തന്നെ ആവശ്യമുള്ള
കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. എന്നാൽ ജാസ്മിൻ തിരിച്ച് പ്രൊവോക്ക് ചെയ്ത് അനാവശ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കാൻ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടല്ലെന്നുണ്ടെങ്കിൽ വളരെ തന്ത്രപരമായി ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു അഭിഷേകിനെയാണ് കണ്ടത്. കാരണം ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന് അത് പിന്നെ പണി കിട്ടും. കാരണം പുറത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അത് വളരെ തന്ത്രപരമായിട്ട് തന്നെ അഭിഷേക് അത് ഒഴിഞ്ഞു മാറിപ്പോയി. അതാണ് മിടുക്ക്. കാരണം ജാസ്മിനോടൊപ്പം ഒന്ന് സംസാരിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാണ്. അഭിഷേകിനെ പോലെ അത്ര സംസാരിക്കുകയല്ലാത്ത ഒരാൾക്കാർ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. ജാസ്മിനൊന്നും വിടാതെ പിന്തുടരും. എന്നാൽ അഭിഷേക് അത് വളരെ തന്ത്രപരമായിട്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആൾക്കാരോട് അടുത്ത് കൂടുതലും പോയി സംസാരിക്കാതെ എന്താണോ പറയാനുള്ളത് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ജാസ്മിനെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കി മാറിപ്പോയിക്കൊണ്ടിരുന്നത് മികച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം അത് വേറൊരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം അത് പല രീതിയിലുള്ള ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള ആക്ഷൻസ് നമ്മുടെ അഭിഷേക് നേരിടേണ്ടി വരും. എന്താണെങ്കിലും അഭിഷേക് ഓരോ ദിവസം കഴിയും തോറും എന്താ പറയുന്നത് കുറച്ചുകൂടി സംസാരിച്ച് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കൂടി വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരെ നല്ലൊരു രീതിയിൽ കയ്യിലെടുക്കാൻ അഭിഷേകിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നിലവിൽ നല്ലൊരു ശതമാനം പ്രേക്ഷകരെ അഭിഷേകിലേക്ക് അടുപ്പിക്കാൻ ഈ ഒരു ജയിൽ നോമിനേഷനിൽ നമ്മുടെ സിജോയ്ക്കും അതുപോലെ തന്നെ ജാസ്മിനും ഓവറായിട്ട് നടത്തിയ ഒരു പരിപാടി കൊണ്ട് നടന്നിരിക്കുന്നു. അവർ വിചാരിച്ച കാര്യം അഭിഷേകിനെ തേച്ചൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും അഭിഷേകിന് ഇവിടെ നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മുടെ സിജോയ്ക്കും ജാസ്മിനും സാധിച്ചത്. അതുപോലെ തന്നെ അപ്സരയും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു അഹങ്കാരവും അഹംഭാവവും ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് കിട്ടുന്നവരുടെ നേർക്ക് ചാടുക, അവരെ മാക്സിമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുക, ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അതിനകത്തൊരു ക്വാളിറ്റി വേണം. ആ കണ്ടന്റിന് എന്തെങ്കിലും ഒരു നിലവാരം ഉണ്ടായിരിക്കണം, അതിനൊരു അന്തസ്സ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം ഇവർക്ക് വേണം. അതവർ മറന്നു പോകാതിരിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മാറ്ററിൽ എന്താണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.